കടുത്ത ഇടിമിന്നലിന് ശേഷം എൻ്റെ കുഞ്ഞാമതി പുറത്തേക്ക് വന്നു. അവൾക്ക് കുറച്ച് ബില്ലിറൂബിൻ കൂടുതലായതുകൊണ്ട് ഫോട്ടോതെറാപ്പിക്ക് വെക്കേണ്ടി വന്നിരുന്നു. എനിക്ക് ആദ്യത്തെ പ്രസവമായതുകൊണ്ട് ഒരു വകയും അറിയത്തില്ലായിരുന്നു. പറഞ്ഞിരുന്നത് അമ്മയും അമ്മാമ്മയും അങ്ങനെ കുറച്ച് മുതിർന്ന ആൾക്കാരായിരുന്നു. ഒരു ദിവസം കുഞ്ഞിനെ NICUവിലേക്ക് മാറ്റി നിർത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമവും ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ദേ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ്. കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷമാണ് പുള്ളിക്ക്. ഇതെൻ്റെ അനിയൻ. ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ അനിയത്തി മോളൂട്ടിയാണ്. ആ നിൽക്കുന്ന സിസ്റ്റർ ഉണ്ടല്ലോ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഡെലിവറിക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ എന്നെ റിക്കവർ ചെയ്യാൻ സഹായിച്ച ഒരാളാണ് ആ സിസ്റ്റർ. ഞാൻ എപ്പോഴും അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് എല്ലാം സംശയമായിരുന്നു. ഇതാണ് താഴെയുള്ളൊരു കുഞ്ഞു കട. ഇതാണ് NS ഹോസ്പിറ്റൽ. ഇവിടെയായിരുന്നു എൻ്റെ ഡെലിവറി. ഈ ബായ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയത്തിയാണ്. ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ പെങ്കൊച്ചിനറിയത്തില്ല. അങ്ങനെ ഡിസ്ചാർജിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ സന്തോഷത്തിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് പറയുന്നു മോളുടെ മുഖം എടുക്കല്ലേ എന്ന്. അവസാനം വീട്ടിലേക്ക് എത്തി. വലത് കാല് വെച്ച് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇടത് കാല് വെച്ച് ഇറങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയുള്ളൊരു കുഞ്ഞാവെ ഇത്രയും നേരം ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനു മുമ്പ് എൻ്റെ അനിയത്തിയുടെ 2 കുഞ്ഞാവകളെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കൈകാര്യം ചെയ്ത് അത്ര വശമില്ലായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ മോൾ എന്നെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാനാണ് അമ്മാമ്മ ശ്രമിക്കുന്നത്. ഈ 3 തവണ കറക്കിയിട്ട് 4ാമത്തെ തവണ എന്തിനാ ചുറ്റിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് കെട്ടുപോയി. വീണ്ടും കട്ട് ചെയ്ത് 2ാമത്തെ തവണയും അത് തന്നെ ആവർത്തിച്ചു. എനിക്കപ്പോൾ നല്ല ദേഷ്യം വിഷമമൊക്കെ വന്നു. 3ാമത്തെ തവണയും അത് തന്നെ ചെയ്തു, അത് തന്നെ ആവർത്തിച്ചു. അതിൻ്റെ സങ്കടമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ ഇത്തവണ ഞാൻ വലത് കാല് വെച്ച് തന്നെ കയറി. അങ്ങനെ കുഞ്ഞാവെ സേഫായിട്ട് അകത്ത് കൊണ്ടുപോയി കിടത്തി. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ്.